എല്ലാവർക്കും ഇരിക്കാം. ദൈവത്താൽ അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 21-22 വാക്യങ്ങൾ. നിങ്ങൾക്ക് സമാധാനം, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ആരാധനയിലൂടെ ദൈവത്തെ മഹത്വീകരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ ശക്തിദായകമായ ഒരു അനുഭവമാക്കി അവിടുന്ന് തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുമ്പോൾ ആ ഉയർപ്പിന്റെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിലും അനുഭവിക്കുവാൻ സഹായിക്കണം. വചനം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കുന്ന അവിടുത്തെ ജനത്തെ ഒന്നതുപോലെ ക്രൂശിന്റെ മാർഗം വഹിച്ച് ഞങ്ങളെ ആത്മീയമായി പരിപോഷിപ്പിക്കണം. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ആരാധനയിലൂടെ സർവശക്തനായ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഞാൻ അർപ്പിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ നാം ആഘോഷപൂർവ്വം അനുസ്മരിക്കുകയും ഉയർപ്പിൽ രണ്ടാമത്തെ ഞായറാഴ്ച നാം ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനാലുള്ള ശാക്തീകരണം എന്നുള്ളതാണ്. അപ്പോൾ ശക്തി ആർജിക്കുക എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലുമുള്ള ജനവിഭാഗങ്ങളുടെ ഒരു ആഗ്രഹമാണ്. ഈ കാലഘട്ടത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോഴും എല്ലാവരും ആഗ്രഹിക്കുന്നത് ശക്തി ആർജിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാ മനുഷ്യരും, എല്ലാ കുടുംബങ്ങളും, എല്ലാ സംഘടനകളും, എല്ലാ മതങ്ങളും, എല്ലാ രാഷ്ട്രങ്ങളും ഇന്ന് ശക്തി ആർജിക്കുവാനുള്ള ശ്രമങ്ങളിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ക്രൈസ്തവ സഭയുടെ ശക്തി അത് എപ്രകാരം നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും, ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് നാം ഇവിടെ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ ആ നിസ്തുല്യ സംഭവം ക്രൈസ്തവ സഭയ്ക്ക് നൽകിയ ശക്തീകരണമാണ് നാം ചിന്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ എന്ന ചോദ്യവുമായി യേശു മരണത്തിന്റെ താൽക്കാലികമായ ശക്തിയെ തകർത്ത് പുനരുത്ഥാനത്തിന്റെ ശക്തിയിലൂടെ ഈ ലോകത്തിന് അനുഗ്രഹീതമായ ഒരു അനുഭവം പകരപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തലന്മാരുടെ സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലെ 30-ാം വാക്യത്തിൽ, നിങ്ങൾ മരത്തിൽ തൂക്കി കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇത് പത്രോസിന്റെ ഒരു പ്രസംഗമാണ്. അതുപോലെ തന്നെ 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ അപ്പോസ്തലന്മാർ
ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ സാക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ക്രൈസ്തവ സഭയ്ക്ക് ശക്തി ആർജിക്കുവാൻ കഴിയുന്നത് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും നമ്മുടെ ആശ്രയവും ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാൽ ശിഷ്യന്മാർ യേശുവിനെ സാക്ഷിക്കുന്ന അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ തങ്ങളുടെ ജീവിതത്തിന്റെ നല്ല ഒരു അധ്യായം അവസാനിച്ചു എന്നാണ് ക്രിസ്തു ശിഷ്യർ വിശ്വസിച്ചത്. പരസ്യമായി യേശുവിനെ സാക്ഷിക്കുവാനും പരസ്യമായി വഴി നടക്കുവാനും ക്രിസ്തു ശിഷ്യർ ഭയപ്പെട്ട് വാതിലടച്ചിരിക്കുന്ന അനുഭവം. ഏത് സമയത്തും എന്തും സംഭവിച്ചേക്കാവുന്ന അവസ്ഥ. യേശുവിനെ ക്രൂശിച്ച പടയാളികളും പരീക്ഷന്മാരും ന്യായശാസ്ത്രിമാരും പുരോഹിതന്മാരും ക്രിസ്തു ശിഷ്യരെ എവിടെ വെച്ച് കിട്ടിയാലും അവരെ പീഡിപ്പിക്കുവാനും അവരെ കൊല ചെയ്യുവാനും തക്കം പറഞ്ഞിരിക്കുന്ന സമയം. ഈ ഒരു സാഹചര്യത്തിലാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സന്ദേശം ക്രിസ്തു ശിഷ്യർക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്നത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ആ ദിവസം ചില സ്ത്രീകൾ യേശുവിന്റെ ശരീരത്തിൽ തൈലം പൂശുവാനായിട്ട് പോകുകയാണ്. അവർ കല്ലറയ്ക്കലെത്തിയപ്പോൾ ഒഴിഞ്ഞ കല്ലറ കാണുന്നുണ്ട്. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന സന്ദേശം യേശുവിന്റെ ശിഷ്യന്മാരെ അവർ അറിയിച്ചു. എങ്കിലും ഉയർപ്പിന്റെ സന്തോഷം ക്രിസ്തു ശിഷ്യർക്ക് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റു എങ്കിലും ആ ഉയർത്തെഴുന്നേറ്റ യേശുവിനാലുള്ള സന്തോഷമോ ശാക്തീകരണമോ ക്രിസ്തു ശിഷ്യർക്ക് ലഭ്യമല്ലാതെ അവർ വാതിലടച്ച് വളരെ ഭയത്തോടുകൂടെ ഇരിക്കുമ്പോഴാണ് യേശു അവരുടെ മധ്യത്തിൽ അവർക്ക് പ്രത്യക്ഷനാകുന്നു. യേശു അവരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ആ യേശുവിന്റെ സമാധാന സന്ദേശം ക്രിസ്തു ശിഷ്യരെ ശാക്തീകരണത്തിലേക്കും ക്രിസ്തുവിന്റെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുന്നതിനും കാരണമായി തീർന്നു എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ ശിഷ്യഗണങ്ങൾ അവർക്ക് ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ശക്തി ലഭിച്ചത് കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലുള്ള ആ ഒരു ശാക്തീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. യേശു അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുന്നു. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിനാൽ അവർ ശക്തി ആർജിക്കുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ യഹോവയാകുന്ന ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലെ മണ്ണുകൊണ്ട് മെനഞ്ഞ് ദൈവത്തിന്റെ ജീവശ്വാസം അവന് ഊതുകയാണ് ചെയ്തത്. ആ ദൈവത്തിന്റെ ജീവശ്വാസത്താൽ ജീവസിദ്ധ അനുഭവത്തിലേക്ക് ജീവനുള്ള ദേവിയായി മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ദൈവത്തിന്റെ ശാക്തീകരണം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെങ്കിലും ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാം പാപം ചെയ്തപ്പോൾ ദൈവ തേജസ് അവനിൽ നിന്ന് നഷ്ടമായി. അങ്ങനെ പാപവും പാപത്തിന്റെ ശമ്പളമായ മരണവും മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ ബലഹീന പാത്രമായി തീരുകയാണ്. എന്നാൽ രണ്ടാം ആദാമായിരിക്കുന്ന കർത്താവായ യേശു അതേ മനുഷ്യന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഊതി പരിശുദ്ധാത്മാവിനാൽ അവർ ശക്തി പ്രാപിക്കുന്നതായിട്ട് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം
അവിടെ യേശു പറയുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് ലോകത്തിന്റെ എല്ലായിടങ്ങളിലും എന്റെ സാക്ഷികളായി തീരും എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിനാലുള്ള ശാക്തീകരണമാണ് ക്രിസ്തു ശിഷ്യരെ ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുവാനുള്ളതായ ഒരു ശാക്തീകരണത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ ശക്തി യേശുവിനെ സാക്ഷിക്കുവാനുള്ള ആ ഒരു മനോഭാവം നമുക്ക് ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനാലാണ്. ഈ പരിശുദ്ധാത്മാവ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ ആത്മാവ് തന്നെയാണ് എന്നാണ് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ സുവിശേഷത്തിന്റെ സാക്ഷികളായി തീരുക എന്നുള്ളതാണ് ക്രൈസ്തവ സഭയുടെ ദൗത്യം. അപ്പോൾ നാം ഇന്ന് സുവിശേഷത്തിന്റെ ദൂതവാഹികളാണോ, സാക്ഷ്യം വഹിക്കുന്നവരാണോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുവിനാൽ ശാക്തീകരണം പ്രാപിക്കുന്ന ക്രിസ്തു ശിഷ്യരെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു അവർക്ക് സമാധാനം ആശംസിക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ എന്ന് പറയുകയാണ്. ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വ്യാപരിച്ചപ്പോൾ അവർ ശക്തിദായകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് 1-ാം നൂറ്റാണ്ടിലെ സഭ വളർന്ന് ലോകത്തിന്റെ ഇന്നറിയപ്പെടുന്ന എല്ലാ വൻകരകളിലും ആഗോള ക്രൈസ്തവ സഭയായി ഇന്ന് ശക്തിയാർജിച്ച് ക്രിസ്തുവിന്റെ ദൂതവാഹകരായി ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരു അനുഭവത്തിലൂടെ നമ്മുടെ ജീവിതങ്ങൾ നയിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇങ്ങനെ ക്രിസ്തുവിനെ സാക്ഷിക്കുവാനുള്ള ഒരു ആത്മീയ ശക്തി നാം പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ആ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആർജിച്ച് ഈ ലോകത്ത് നാം ജീവിക്കുവാനായി ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ശക്തി ക്ഷയിച്ചു പോകുന്ന വ്യക്തിത്വങ്ങളും ശക്തി ക്ഷയിച്ചു പോകുന്ന സഭാ അന്തരീക്ഷങ്ങളുമാണ് നിലനിൽക്കുന്നത്. പീഡന കാലഘട്ടങ്ങളിലൊക്കെ സഭ ശക്തി ആർജിച്ചു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സഭ ശക്തമായ ശുശ്രൂഷകളിലൂടെ മുൻപോട്ട് പോകേണ്ടതിന് പകരം ശക്തി ക്ഷയിച്ചു പോകുന്ന അനുഭവങ്ങളിലാണോ നിലനിൽക്കുന്നത് എന്ന ഒരു ചോദ്യം. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നയിക്കുമ്പോൾ ശക്തി ആർജിച്ചുകൊണ്ട് അത് ഈ ലോക ജീവിതയാത്രയിൽ കർത്താവിനെ സാക്ഷിക്കുന്ന സാക്ഷ്യമുള്ള ജീവിതം നയിക്കാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ സഭയെയും ക്രിസ്തു ശിഷ്യരെയും ശാക്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ രണ്ടാമത്തെ ചിന്ത, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തി ക്രിസ്തുവിന്റെ മരണത്തോട് നമ്മെ അനുരൂപമാക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ മരണം, ആ മരണത്തിലൂടെയാണ് ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. അത് തന്നെയാണ് യേശു പറഞ്ഞത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകണം, അത് ചത്തുവെങ്കിലോ ഫലം കായ്ക്കും, അത് ചാകാതെ അങ്ങനെ കിടക്കുന്നുവെങ്കിൽ അതിനെ കൊണ്ട് ഏതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ചാകുക എന്ന് പറഞ്ഞാൽ കഷ്ടതയുടെ അനുഭവമാണ്. ആരെല്ലാം കഷ്ടത അനുഭവിക്കുന്നുവോ അവരെല്ലാം യേശുവിന്റെ ക്രൂശ് മരണത്തോട് താതാത്മ്യപ്പെടുന്നുവോ അവർക്കാണ് ഉയർപ്പിന്റെ സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുന്ന ക്രിസ്തു ശിഷ്യർ അവരുടെ ജീവിതത്തിൽ അവർ പീഡനങ്ങളെ ഭയന്ന് വളരെ ഭയാനകമായ ജീവിതം മുൻപിൽ കണ്ടപ്പോൾ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കുകയാണ്. എന്നാൽ അവിടെ ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശാക്തീകരണം അവർക്ക് ലഭിച്ചപ്പോൾ യേശുവിന്റെ ആ മരണത്തോട് താതാത്മ്യപ്പെടുവാൻ, കഷ്ടം അനുഭവിക്കുവാൻ അവർ തയ്യാറാകുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, എവിടെയെല്ലാം കഷ്ടതയുണ്ടോ അവിടെയെല്ലാം ഉയർപ്പിന്റെ അനുഭവവുമുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം യേശുവിന്റെ മരണത്തെ
മരണത്തോട് അനുഭവപ്പെട്ടിട്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും യേശുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, യേശുവിന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി ആർജിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മരണം എന്ന് പറയുന്നത് കഷ്ടതയുടെയും വേദനയുടെയും അനുഭവങ്ങൾ. നമ്മുടെ ജീവിതങ്ങളിൽ കഷ്ടതയുടെ ക്രൂശ് വഹിക്കുവാനുള്ള ഒരു മനോഭാവം നമുക്ക് ആവശ്യമാണ്. കഷ്ടതയുടെ ക്രൂശ് വഹിക്കുമ്പോഴാണ് ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുന്നത്. അത് ഏതൊരു വ്യക്തിയായാലും സുഖലോലുപതയോടെ ജീവിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം പരാജയമായിരിക്കും. എന്നാൽ കഷ്ടതകളെ സ്വയം സ്വീകരിച്ചുകൊണ്ട് ക്രൂശിനെ അഭിമുഖീകരിച്ചുകൊണ്ട് താനായിരിക്കുന്ന കുടുംബത്തിലും താനായിരിക്കുന്ന സമൂഹത്തിലും കഷ്ടത വഹിക്കുവാൻ, ക്രൂശ് ചുമക്കുവാൻ ധൈര്യപ്പെടുമ്പോഴാണ് ഉയർപ്പിന്റെ അനുഭവം ആ ഭവനത്തിനായാലും ആ സമൂഹത്തിനായാലും ലഭിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവ സഭ പീഡനങ്ങളുടെ മധ്യത്തിൽ അവർ ഭയന്നു പോകാതെ പീഡനത്തെ അതിജീവിക്കുവാനുള്ള കരുത്ത്, ക്രൂശിനെ സധൈര്യത്തോടുകൂടെ അഭിമുഖീകരിക്കുവാനുള്ള ആ ഒരു കരുത്ത് അവർ യേശുവിന്റെ ഉയർപ്പിലൂടെ അവർ തങ്ങളുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ചു എന്നുള്ളതാണ്. ഒരിക്കൽ കർത്താവായ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിന്റെ ഉയർപ്പിന്റെ ശാക്തീകരണത്തിലൂടെ ആ ക്രൂശിനെ നോക്കി പറയുന്നു, എന്റെ അരുമരക്ഷകനായ കർത്താവായ യേശുവിനെ നിങ്ങൾ തലമുകളിലായി ക്രൂശിച്ചുവെങ്കിൽ അങ്ങനെ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് എന്നെ ക്രൂശിൽ തലകീഴായി ക്രൂശിക്കണമേ. അങ്ങനെ ക്രൂശിനെ നോക്കി സധൈര്യത്തോടുകൂടെ വെല്ലുവിളിക്കുവാൻ ആദിമ സഭയെ ശക്തീകരിച്ചത് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ അനുഭവം തന്നെയായിരുന്നു. അതേ തോമസ് അപ്പോസ്തലനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോഴും തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞപ്പോഴും അവനെ കണ്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല, അവന്റെ വിലാപ്പുറത്ത് ഞാൻ കൈയിട്ടിട്ടല്ലാതെ ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ തോമസ് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിനാൽ ശാക്തീകരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ കേരളക്കരയിൽ കടന്നു വന്ന് അത് സുവിശേഷം പ്രസംഗിച്ച് പള്ളികൾ സ്ഥാപിച്ച് അത് ഇവിടെ രക്തസാക്ഷിത്വം വഹിച്ചു എന്നാകുന്നു. അതുപോലെ തന്നെ യേശു സ്നേഹിച്ച യോഹന്നാൻ അത് യേശു ക്രിസ്തു മുഖാന്തരം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെടുകയാണ്. ആ പത്മോസ് ദ്വീപിന്റെ ഒറ്റപ്പെട്ട ഏകാന്തതകളിലും ആ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ സാന്നിധ്യം ആ ദൈവിക ദർശനത്തിലൂടെ യോഹന്നാനെ നയിച്ചുവെങ്കിൽ പ്രിയമുള്ളവരെ, ക്രൈസ്തവ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന എന്നെയും നിങ്ങളെയും കർത്താവായ യേശുവിന്റെ ഉയർപ്പിന്റെ ശാക്തീകരണത്തിലൂടെ കഷ്ടതകളെ അതിജീവിക്കുവാനും ക്രൂശിനെ സധൈര്യത്തോടെ അഭിമുഖീകരിക്കുവാനും ഉയർപ്പിന്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുവാനും ദൈവം നമുക്ക് ആലോചന നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഷ്ടത എന്ന് പറയുന്നത് ഒന്നിന്റെയും അവസാനമല്ല, ജീവിത വിജയത്തിന്റെ ചവിട്ടുപടിയായി നാം കാണണം. യേശു കാൽവരി ക്രൂശിൽ തന്നെ സ്വയം ത്യാഗമായി ഏൽപ്പിച്ചപ്പോൾ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ പുനരുത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ പുനരുത്ഥാനം ക്രിസ്തു ശിഷ്യരെ ശാക്തീകരിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും യേശുവിന്റെ ഉയർപ്പിന്റെ അനുഭവം ഒരു പുതിയ ശാക്തീകരണത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇന്ന് പല ഇടങ്ങളിലും പല വ്യക്തികളും നിർജീവമായ അനുഭവങ്ങളിലൂടെയോ കടന്നു പോകുന്നത്, ജീവിതം നിരാശയുടെ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെയോ കടന്നു പോകുന്നത്. ഇവിടെയോ എന്തൊക്കെയോ പോരായ്മകൾ സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാന്നിധ്യം ഈ കഷ്ടതകളെ അതിജീവിക്കുവാൻ ഒരു പുനരുത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ ശക്തി ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മെ നയിക്കുന്നു
ഏതൊരു വ്യക്തിയുടെയും മുൻപോട്ടുള്ള ജീവിതയാത്രയ്ക്ക് ലക്ഷ്യം അനിവാര്യമാണ്. ലക്ഷ്യമുള്ളവന് മാത്രമേ വിജയം കൈവരിക്കുവാൻ കഴിയൂ. ലക്ഷ്യമില്ലാത്ത ജീവിതങ്ങൾ അലയുന്ന അനുഭവങ്ങളിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ക്രൈസ്തവ സഭയ്ക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. ക്രിസ്തു വിശ്വാസികൾക്ക് അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. പുനരുത്ഥാനം ചെയ്ത യേശുവിന്റെ ശക്തി നമ്മെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ്. ഇന്ന് യേശുവിനെ ആരാധിക്കുന്ന, ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സാക്ഷികളായി ജീവിക്കുന്ന ഞാൻ നിങ്ങളും നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ വിജയം കൈവരിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവാണ്. മരണത്തിന്റെ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് അത് ജീവന്റെ ദാതാവായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ആ യേശുവിൽ വിശ്വസിക്കുന്ന യവനും അത് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ കഴിയുമെന്നാകുന്നു വചനം പഠിപ്പിക്കുന്നത്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് ക്രിസ്തീയ ജീവിതത്തെ ഉപമിക്കുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു ഓട്ടക്കാരനോട് തുല്യമായിട്ടാണ്. അത് ജീവിതമാകുന്ന ഒരു ഓട്ടക്കളത്തിൽ തളർന്നു പോകാതെ ഓടി ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവ ദൗത്യം. പ്രിയമുള്ളവരെ, ഇന്ന് ജീവിതമാകുന്ന ഈ ലോക ജീവിത യാത്രയിൽ ഓടേണ്ടതിന് പകരം തളർന്ന് കിതച്ച് വീണ് എങ്ങനെയെങ്കിലും ഈ ജീവിതം അവസാനിപ്പിച്ചാൽ മതി എന്നുള്ള ചിന്തയോടുകൂടെ ജീവിതം മുൻപോട്ട് നയിക്കുന്ന മാനവകുലം. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, അതെ, ക്രിസ്തീയ ജീവിതം അതെ ഓട്ടക്കളത്തിൽ ഓടുന്ന ഒരു മത്സര ഓട്ടക്കാരന് തുല്യം എന്നുള്ളതാണ്. അതെ, ഇവിടെ ജീവിതം എന്ന് പറയുന്നത് വിജയിക്കുവാനുള്ളതാണ്, പരാജയപ്പെടുവാനുള്ളതല്ല, ലക്ഷ്യം കണ്ടെത്തുവാനുള്ളതാണ്. എന്നാൽ പലപ്പോഴും ഈ ജീവിതമാകുന്ന ഓട്ടക്കളത്തിൽ പരാജയപ്പെട്ടു പോകുന്നവരുടെ എണ്ണമാണ് ഇന്ന് അധികവും. ഇങ്ങനെ പരാജയപ്പെടുവാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ 2 കാരണങ്ങൾ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒന്ന്, നേടി എന്നുള്ള തോന്നൽ. മറ്റൊന്ന്, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ചിന്ത. ഇത് 2 ആപത്കരമാണ്. അതേ പ്രിയമുള്ളവരെ, ഞാൻ ജീവിതത്തിൽ വിജയിച്ചു എന്നുള്ളതായ അമിതമായ കോൺഫിഡൻസ് ഇന്ന് പലരെയും ജീവിതത്തിന്റെ നാശകരമായ അനുഭവങ്ങളിലേക്ക് വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൗലോസ് പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഫിലിപ്പിയർ 3:13 വാക്യത്തിൽ പറയുന്നു, അതെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, അത് ഞാൻ യേശുവിനെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ അഹങ്കരിക്കുന്നില്ല. പിന്നെയോ ഒന്ന് ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ യേശുവിനെ എനിക്ക് പിടിക്കുവാനായിട്ട് കഴിയുമോ? ആ ഒരു ചിന്തയോടുകൂടെ ഞാൻ ഈ ഓട്ടക്കളത്തിലായിരിക്കുകയാണ്. യേശുവിനെ എനിക്ക് പിടിക്കണമെന്നുള്ളതായ ചിന്തയോടുകൂടെ ഈ ഓട്ടക്കളത്തിൽ ഞാൻ ഓടുന്നു എന്നാകുന്നു പൗലോസ് പറയുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ മറന്ന് മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുന്നു. അത് പ്രിയമുള്ളവർ, നേടിയെന്നുള്ള തോന്നൽ പരാജയത്തിന് കാരണമായി തീരും. ഞാൻ വിശുദ്ധനാണ് എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അത് എന്റെ ജീവിതം പരാജയകരമായ അനുഭവമാണ്. പൗലോസ് പറയുന്നത്, അയ്യോ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നോട് കരുണ തോന്നണമേ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പാപികളിൽ ഞാൻ ഒന്നാമൻ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ആർക്ക് യേശുവിനെ പിടിക്കുവാനായിട്ട് കഴിയും? യേശു നമ്മുടെ കരം പിടിച്ചിരിക്കുന്നുവെങ്കിൽ ആ യേശുവിന്റെ പിന്നാലെ നമുക്ക് ഓടുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളതിനെ എല്ലാം ഞാൻ മറക്കുകയാണ്. അത് നേടിയെന്നുള്ള തോന്നലല്ല, അത് യേശുവിനെ പിടിക്കുവാനായി ഞാൻ ഓടുകയാണ്. ആ ഓട്ടം എന്ന് പറയുന്നത് പിന്നിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് മുന്നിലുള്ളതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അത് ജീവിതത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം എന്താണ്? അതാണ് പ്രിയമുള്ളവരെ ജീവിത വിജയം. ലക്ഷ്യത്തിൽ എത്തിച്ചേരുക. അങ്ങനെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണമെങ്കിൽ, നേടണമെങ്കിൽ പിന്നിലുള്ളതിനെ എല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് ആദ്യം കൊണ്ട് നാം ഓടണം. ഇത് പലപ്പോഴും
വിജയം കണ്ടെത്തുവാനായിട്ട് കഴിയും. ആ യേശുവിന്റെ കരം പിടിക്കുവാനായിട്ട് കഴിയും. അവിടെ ഞാൻ നേടിയവൻ എന്നുള്ളതല്ല, യേശു എന്നെ വഴി നടത്തുന്നു എന്നുള്ള ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള തോന്നൽ. ഇന്ന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടവരുടെ ഒരു ലോകത്തിലാണ് ക്രൈസ്തവ സഭയും ആയിരിക്കുന്നത്. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ജീവിതം പരാജയകരമാണ് പ്രിയമുള്ളവരെ. അപ്പോൾ ആത്മവിശ്വാസം നമുക്ക് കൈ മുതലായി കർത്താവായ യേശു നമുക്ക് നൽകിയിരിക്കുകയാണ്. അതാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു എന്നോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ എനിക്ക് ദൈവ സഹായത്താൽ അതിന് കഴിയുന്നതാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്റെ പിന്നിലുള്ള ചിന്തകൾ, എന്റെ പിന്നിലുള്ള പാപങ്ങൾ, എന്നെ ഇതുവരെ ആത്മവിശ്വാസമില്ലാത്ത ജീവിതത്തിലൂടെ നയിച്ച ഈ ലോക ചിന്തകളെല്ലാം വിട്ടുകൊണ്ട് മുന്നിലുള്ള പരമവിളിയുടെ നാട്ടിലേക്ക് ഓടുക എന്നുള്ളതാണ്. ലക്ഷ്യത്തിലെത്തി ജീവകിരീടം പ്രാപിക്കുക എന്നുള്ളതാണ് ഏതൊരു ഓട്ടക്കാരന്റെയും ലക്ഷ്യം. പ്രിയമുള്ളവരെ, നാം ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. പരാജയമടയുന്നവരുണ്ട്, തളർന്നു പോകുന്നവരുണ്ട്, നിരാശപ്പെട്ടു പോകുന്നവരുണ്ട്. പലരും നിരാശപ്പെട്ട് എന്റെ ജീവിതം ഇപ്രകാരമായി പോയല്ലോ എന്ന് വേദനിക്കുന്നവരുടെ അനുഭവങ്ങളിലാണ്. എന്നാൽ യേശുവിന്റെ കരം പിടിച്ചുകൊണ്ടാണ് ഈ ലോക ജീവിതയാത്ര നയിക്കുന്നതെങ്കിൽ അത് പിന്നിലുള്ളതിനെല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് നമുക്ക് ഓടുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് നാം ഇന്ന് പ്രതിവാക്യമായി വായിച്ച 29-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം, യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ വലകരം പിടിച്ചുകൊണ്ട് ഈ ലോക ജീവിതയാത്രയിൽ, ഈ ഓട്ടക്കളത്തിൽ നിങ്ങൾ ഓടുന്നുവെങ്കിൽ തളർന്നു പോകില്ല, അത് കിടച്ചു പോകില്ല, വീണു പോകില്ല. യഹോവ തന്റെ ജനത്തെ ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. അങ്ങനെ യഹോവയാൽ ശക്തി ആർജിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ആത്മീയ അനുഭവം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമേൻ.